വരണം സാർ, അകത്തേക്ക് വരണം. ആരാ എന്റെ മീരയെ കൊന്നത്? ആരാന്ന്? ഇവനാണോ എന്റെ മോളെ കൊന്നുകളഞ്ഞേ? ഇവനാണോന്ന്? എന്റെ മകള് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഒടുവിൽ ഇവൻ തന്നെയാവോ ഇത് ചെയ്തേ? ഇവനെ ഈ നിമിഷം അറസ്റ്റ് ചെയ്യണം. ബലരാമ, ഇയാളുടെ അഭ്യാസമൊക്കെ അങ്ങ് പുറത്ത്. പ്രതി ആരാണെങ്കിലും ശിക്ഷ കോടതി തീരുമാനിക്കും. ഇതെന്റെ വീടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? ഒരിക്കലും പറയണോ? നീ കൂടുതലൊന്നും പറയണ്ട. എന്താ ഇത്? കേരളത്തിൽ അറിയപ്പെടുന്ന 2 രാഷ്ട്രീയ നേതാക്കൾ കവലച്ചട്ടമ്പുകളെ പോലെ കടന്ന് വെല്ലുവിളിക്കുന്നു. കഷ്ടം തന്നെ. ബലരാമ സർ, ഞാൻ നിങ്ങളെ വിളിച്ചത് നിയമം കയ്യിലെടുക്കാനല്ല. പ്രതിയെ തീരുമാനിക്കാനും കൊണ്ടുപോകാനും ഇവിടെ ഞങ്ങളുണ്ട്. മാഡം, ഞാൻ നഷ്ടം സംഭവിച്ചത് സാറിന് തന്നെയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സാക്ഷിയാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ചത്. അതിന് നന്ദിയുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് ഒരു പ്രഹസനമാവുന്ന ലക്ഷണ. പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന ആള് ദേവികയല്ലേ? അവളെവിടെ? ദേവിക പ്രധാന പ്രതി എന്ന് ആര് പറഞ്ഞു? താൻ കണ്ടോ? താൻ കണ്ടോടോ ദേവിക മീരമോളെ കൊല്ലുന്നത്? എടോ, നീ എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കുറച്ചും കൂടെ മാന്യത കാണിക്ക് പ്ലീസ്. തൽക്കാലം ഈ വെല്ലുവിളിയും തമ്മിത്തലും മാറ്റിവെക്കുക. ബലരാമ സാറിനെ ഞാനാണ് വിളിച്ചത്. പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഫൈനൽ പോയിന്റിൽ എത്തി നിൽക്കുമ്പോ അതിന് തടസ്സം നിൽക്കരുത്. ബലരാമ സാർ അകത്തേക്ക് കയറട്ടെ. സാർ അകത്തേക്ക് വരൂ. ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. താൻ കേറണ്ട. സർ, ഇത് കൊലപാതകം നടന്ന വീടാണ്. ഇവിടെ സാക്ഷിയും പ്രതിയും എല്ലാം വരും. ഇനി ബലരാമ സാറിനകത്തേക്ക് കയറാൻ താല്പര്യമില്ലെങ്കിൽ സാറിന് തിരിച്ചു പോവാം. എനിക്ക് എന്റെ മകളെ കൊന്ന ആളെ കാണണം. എങ്കിൽ അകത്തേക്ക് വരണം സർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.